എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അത്ഭുത ഗുണങ്ങളുള്ള ശംഖുപുഷ്പം കൊണ്ട് നീലച്ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശംഖുപുഷ്പം അഥവാ ബട്ടർഫ്ലൈ പീ എന്ന മെഡിസിനൽ പ്ലാന്റ് പല സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെയും ഹെർബൽ ടീകളിലെയും ഒരു മിശ്രിതമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന ഇവ മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിക്കാനും ഇത് ഉത്തമമാണ്. ബട്ടർഫ്ലൈ പീ ഫ്ലവർ ടീ, ബ്ലൂ ടീ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ നീലച്ചായ മിതമായ അളവിൽ കുടിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. ശംഖുപുഷ്പം ഒരു വള്ളിച്ചെടിയാണ്. പൂവ് ചെടിയിൽ നിന്ന് അടർത്തി മാറ്റിയ ശേഷം അറ്റത്തെ ഇല നുള്ളിക്കളയണം. ശേഷം ഇവ നന്നായി കഴുകിയെടുക്കാം. ഈ പൂവുകൾ ഒരു ഗ്ലാസ് വെസലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കണം. 5 പൂവിന് 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 2 പേർക്ക് കുടിക്കാനായി 10 പൂവിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിൻ്റെ കളർ ബ്ലൂ ആയി മാറുന്നത് കാണാം. 5 മിനിറ്റോ അല്ലെങ്കിൽ വെള്ളം തെളിച്ചമുള്ളതായി മാറുന്നതുവരെയോ വെയിറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. ഞാനിത് വെറും വയറ്റിൽ കുടിക്കുന്നതിന് വേണ്ടി തലേ ദിവസം രാത്രിയാണ് ഇട്ട് വയ്ക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം അരിച്ചെടുക്കാം. മധുരം വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കുടിക്കാം. 1 ഇടവിട്ട ദിവസങ്ങളിൽ കുടിക്കുന്നതാണ് ഉത്തമം. വെറും വയറ്റിൽ ബ്ലൂ ടീ കുടിക്കുന്നത് ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്നു. വയർ ചുരുങ്ങുന്നതിന് സഹായിക്കുന്നതിനാൽ പ്രഗ്നൻ്റ് ലേഡീസ് ഈ ചായ കുടിക്കുന്നത് ഒഴിവാക്കണം. ഉറക്കക്കുറവുള്ളവർക്ക് ഉറങ്ങുന്നതിന് മുൻപ് 1 കപ്പ് ബ്ലൂ ടീ കഴിക്കുന്നത് നല്ലതാണ്. മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും മുടി നരയ്ക്കുന്നത് മന്ദഗതിയിലാക്കുന്നതിനും ശംഖുപുഷ്പം സഹായിക്കുന്നതിനാൽ ഹെയർ ഷാമ്പൂ, കണ്ടീഷണർ എന്നിവയിൽ ഇവ ഉപയോഗിക്കുന്നു. ശംഖുപുഷ്പം പൊതുവെ നീല, വെള്ള എന്നീ 2 നിറങ്ങളിൽ കാണപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം നീല ശംഖുപുഷ്പം നീല നിറമുള്ള കൃഷ്ണനെയും നീലകണ്ഠനായ ശിവഭഗവാനെയും ശനീശ്വരനെയും പ്രതിനിധീകരിക്കുന്നു. വെള്ള ശംഖുപുഷ്പം ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും പ്രതിനിധീകരിക്കുന്നു. ആയതിനാൽ ശംഖുപുഷ്പം നട്ട് പരിപാലിക്കുന്നതിലൂടെ ദേവീദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും വീട്ടിലേക്ക് സമ്പത്തും സൗഭാഗ്യവും പോസിറ്റീവ് എനർജിയും ലഭിക്കുന്നതിന് കാരണമാകുന്നു എന്നുകൂടി വിശ്വസിച്ചു പോരുന്നു. താങ്ക് യു.